ലൈഫ് ലൈൻ ന്യൂമറോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മധുസൂദനൻ നായർ. ഞാനൊരു വാസ്തു കൺസൾട്ടൻറ്റ് ആൻഡ് ന്യൂമറോളജിസ്റ്റാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി എൻ്റെ പുത്രൻ ജനിച്ച പിന്നെ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ പുത്രി ജനിച്ച പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയ പിന്നെ അവർ രക്ഷപ്പെട്ടു എന്നൊക്കെ കേൾക്കാം. ഇതിൻ്റെയൊക്കെ കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പണായിട്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പുത്രി ജനിച്ചു കഴിഞ്ഞതും പുത്രൻ ജനിക്കുന്നതും പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴൊക്കെ രക്ഷപ്പെടുന്നതിൻ്റെ ഏക കാരണം, അവിടുത്തെ ഇപ്പോൾ വീടാണെങ്കിൽ അവൻ്റെ വാസ്തു, ആ വീടിൻ്റെ വാസ്തു വളരെ ബെറ്ററായിട്ട് അദ്ദേഹമായിട്ട് ജോയിൻ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കറക്റ്റായിട്ട്. പുത്രനും പുത്രിയൊക്കെ ജനിച്ചിട്ട് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അത് പിന്നെ അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്, അത് ന്യൂമറോളജി പ്രകാരം നിങ്ങൾ ജനിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് മാച്ചിങ് ചെയ്യുന്ന, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴും എത്രയോ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആണുങ്ങളെ സെലക്ട് ചെയ്തിട്ടാണ് ഒരാളെ ഇഷ്ടപ്പെട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നത് ലൈഫിലേക്ക്. അതുപോലെ തന്നെയാണ് ഇതെല്ലാം നമ്മളൊരു ലിങ്കിലാണ്, സത്യത്തിൽ പ്രപഞ്ചമായിട്ട് ഒരു ലിങ്കിലാണ് നമ്മളുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ, ആരുടെ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തു, നല്ല പവറുള്ള, ചെറിയ രാഷ്ട്രീയക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പോലെ വലിയ സ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാരുടെ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരുടെയും 4, 8, 9 അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് 2 പ്രാവശ്യം 4 വരികയും പേരിൽ 9 വരികയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പവറായിട്ട് വരും, ഈ പേരും ഇതും കൂടെ ഒരുമിക്കുമ്പോൾ. അതുപോലെയാണ് നമ്മുടെ EMS സാറിൻ്റെ നോക്കിക്കോ, 13-ാം തീയതി ജനിച്ച, 13 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 3 = 4. ആരുടെ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ അങ്ങനെ, നമ്മുടെ ശശി തരൂരിൻ്റെ സാറിൻ്റെ നോക്കിക്കോ, അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ 27 മറ്റോ 9 ആണ്, 27 അല്ല 9 ആണ്, 9 വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് 4, 8, 9 രാഷ്ട്രീയം നിൽക്കുന്നത്. നിങ്ങളുടെ എത്ര വേണമെങ്കിലും നരേന്ദ്ര മോദി സാറിൻ്റെ ചെക്ക് ചെയ്ത് നോക്കിക്കോ, അമിത്ഷാ സാറിൻ്റെ ചെക്ക് ചെയ്ത് നോക്കിക്കോ, നിതിൻ ഗഡ്കരി സാറിൻ്റെ ചെക്ക് ചെയ്ത് നോക്കിക്കോ, ഏക്നാഥ് സിന്ദേയുടെ ചെക്ക് ചെയ്ത് നോക്കൂ, ഇപ്പോഴത്തെ പിന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾ ആരുടെ ചെക്ക് ചെയ്യുന്നു, മമതാ ബാനർജിയുടെ ചെക്ക് ചെയ്ത് നോക്കൂ, നമ്മൾ ഉമ്മൻചാണ്ടി, AK ആൻ്റണി, ആരുടെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും 4 എന്നുവെച്ചാൽ 4 എവിടെയെങ്കിലും വരുന്നതിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്. പിണറായി സാറിനൊക്കെ 4, 5, 6 കംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 4 വന്നപ്പോഴേക്ക് ഓവർ പവറായത്. 4, 5, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ലൈനാണ്. എത്ര ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാലും അവർ വലിയ സ്ഥിതിയിൽ നല്ല നിലയിലെത്തും. 98% ആൾക്കാരും അങ്ങനെയാണ്. 2% ആൾക്കാരൊക്കെ ഒന്നുമില്ല. എത്ര പാവപ്പെട്ട് ജനിച്ചാലും, എത്ര പാവപ്പെട്ട, ഞാൻ ആരെയും ഇന്നുവരെ കണ്ടിട്ടില്ല പൈസ ഇല്ലാത്ത ആൾക്കാരെ. 4, 5, 6 എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ വളരെയധികം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഏതെങ്കിലും വിധത്തിൽ മിഡിൽ ക്ലാസ്സിന് മേലെ ആയിരിക്കും, ഒന്നുമില്ലെങ്കിലും. വല്ല പൈസ ഉണ്ടാവും, ഞാൻ പറയുന്ന എക്സാമ്പിൾ മിഡിൽ ക്ലാസ്സിന് മേലെ ആയിരിക്കും. അതുപോലെയാണ് ബാക്കി രാഷ്ട്രീയത്തിൻ്റെ പോലെ തന്നെയാണ് ബിസിനസ്സിനും അതുപോലെ തന്നെ മിഡിലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ നിങ്ങൾ നമ്പർ നോക്കും. മിഡിൽ എന്ന് വെച്ചാൽ സാധാരണ ബിസിനസ് ചെയ്യുന്നത് മിക്കവാറും ഉള്ളവരവർ 4 ആയിരിക്കും കൂടുതലും ആൾക്കാരുള്ളത്. എന്ന് വെച്ചാൽ 31, 22, 4 ഇതൊക്കെ 4-ൽ വരുന്നതാണ്. 2 + 2 എന്ന് വെച്ചാൽ 1 തൊട്ട് 9 വരെ ഉള്ളൂ ന്യൂമറോളജിയിൽ നമ്പർ. അതുകൊണ്ട് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും സിംഗിൾ എടുക്കണം. അല്ലെങ്കിൽ അവരുടെ നമ്പർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചെക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ഇപ്പോൾ 23-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയാം, 2 + 3 = 5. അത് സെപ്പറേറ്റ്, ആദ്യത്തെ ഡേറ്റ് ഓഫ് ബർത്ത് സെപ്പറേറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ 2 + 3 = 5 + 5 എന്ന് വെച്ചാൽ മാസം 5. അത് കഴിഞ്ഞ് ഇയർ 1 + 9 + 7 + 5 32 വരുന്നു. 32 വരുമ്പോൾ
നിങ്ങൾക്ക് അത് 32, അതും 5ആയി, 3+5. അപ്പോൾ ജനിച്ചതും 5, ലാസ്റ്റ് വന്നതും 5. അപ്പോൾ ഇവർ സാധാരണ കല്യാണം കഴിക്കുന്ന ഈ 5-ലൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് ചിലപ്പോൾ അത് ലവ് മാരേജിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ സാധാരണ കല്യാണം കഴിക്കുന്ന പുരുഷനെ അവർ ഈ 5-ൽ തന്നെ ഉള്ളതായിരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ 23 ആണെങ്കിൽ ഭർത്താവിൻ്റെ നമ്പർ 14-ലായിരിക്കും. 14-ൽ ജനിച്ചു കഴിഞ്ഞാലും 5 ആയി. 1+5 5. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ നിങ്ങൾ നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ചേട്ടനും അനിയനുമായിട്ടുള്ള ബന്ധം ഇതുപോലെ ലാസ്റ്റും ഫസ്റ്റും എന്ന് വെച്ചാൽ ജനിച്ച തീയതി പിന്നെ അത് കൂട്ടിയിട്ട് കംപ്ലീറ്റ് സിംഗിളായിട്ട് വരുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത്. അതാണ് നമ്മുടെ പ്രകൃതി തന്നെ നമ്മളെ സൃഷ്ടിക്കുന്നത്. ആ ടൈമും എല്ലാം അവരത് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് പ്രകൃതി തന്നെ നമ്മളെ ഈ ഭൂമിയിലേക്ക് വരുത്തുന്നത് തന്നെ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം DNA പോലെ അറിയാം. അച്ഛനും അമ്മയായിട്ടോ അല്ലെങ്കിൽ അമ്മയും ഭർത്താവും പിള്ളേരുമായിട്ട് എല്ലാം ഈ മാച്ചിങ് കാണാം എവിടെ നോക്കിക്കഴിഞ്ഞാലും. അതുപോലെ തന്നെയാണ് വീടിൻ്റെ അവസ്ഥ. വീട്ടിൽ നമ്മൾ നല്ലൊരു പൈസയൊക്കെ ആയി കഴിയുമ്പോഴേക്ക് റിനിവേഷൻ ചെയ്യും. ചിലപ്പോൾ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബിസിനസ് ചെയ്ത് തോന്നുന്നിടത്ത് ബാത്റൂമൊക്കെ പണിത് ബിസിനസ് ഡൗൺ ആയി ലാസ്റ്റ് ഒന്നും ഇല്ലാതെയായി വീട്ടിൽ വന്നിരിക്കുന്ന ഒരവസ്ഥ. അതല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരാൾക്കാർ എങ്ങനെയോ ബുദ്ധിമുട്ടി ഒരു വീട് പണിതു, ആ വീട്ടിൽ കയറി താമസമായി രക്ഷപ്പെട്ടു. അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ പഴയ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ മേലോട്ട് കയറ്റിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ലാത്ത വീടായിരിക്കും. അവരുടെ ബാത്റൂമോ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അത് നമ്മൾ നോക്കാതെ പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ. സാധാരണ അറിയാവുന്ന ഒരാളാണെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തത്തില്ല. എന്ന് വെച്ചാൽ അവർക്കും ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നല്ലൊരു അറിയാവുന്ന വ്യക്തിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കും. ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഠിപ്പിച്ച എൻ്റെ ഗുരുവൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫ്രണ്ടിൽ പറയാതെ അവിടുന്ന് അവരോട് അവരുടെ പ്ലാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് സാറ്റലൈറ്റിൽ ഡയറക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പ്ലാൻ പ്രകാരം ഇന്ന സ്ഥലത്ത് ബാത്റൂം ഉണ്ടോ, ഇതുണ്ടെങ്കിൽ അത് മാറ്റുക. എന്ന് വെച്ചാൽ ഞാൻ സൗത്ത് ഈസ്റ്റിലുള്ള ബാത്റൂം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് യൂസ് ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. സൗത്ത് ഈസ്റ്റിലൊക്കെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നശിപ്പിച്ച് എന്ന് വെച്ചാൽ ക്യാൻസർ വരെയുള്ള അസുഖം വരെ അവിടെ വരും. നോർത്തിലുള്ള ബാത്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കിൻ സംബന്ധമായ അസുഖങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ സൗത്ത് ഈസ്റ്റിൽ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസാണ്. അവരെ മുടിപ്പിച്ച് കളയുമെന്ന് വെച്ചാൽ അവരെ ഒന്നും ഇല്ലാതെയാക്കി കളയും. പയ്യെ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് സ്പീഡിലും ആവും. ആത്മഹത്യ വരെയൊക്കെ നടന്നു കാണാം. നിങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ചെക്ക് ചെയ്ത് അറിയാവുന്നവരാണെങ്കിൽ അപ്പോൾ അറിയാം ഈ പ്രശ്നം ഇതുകൊണ്ടായിരിക്കുന്നു. നമ്മൾ പ്രകൃതിയെ വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടൈറ്റാനിക് ഇറക്കിയ പോലെ ഇരിക്കും. പറയുന്നവർക്ക് വളരെ ഇതായിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കാം, തർക്കിക്കുന്നത് കാണാൻ പറ്റുന്ന. നമ്മൾ തർക്കിക്കാനൊന്നും നിൽക്കത്തില്ല. അവർ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല. നമുക്ക് അതിനകത്തൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ളവർ ചെയ്യുന്നു, പോകുന്നു. പക്ഷെ ഭയങ്കര കുബേരന്മാരായ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഡൗൺ ആയിട്ട് ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര പൈസക്കാരുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണാം ഈ പ്രശ്നങ്ങളൊക്കെ. അവരത് ശരിയാക്കി നല്ല നിലയിൽ രണ്ടാമത് എത്തിയ സ്ഥിതിയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ എക്സാമ്പിളായിട്ട് ഞാൻ ഈ നോർത്തിലായതുകൊണ്ട് നമുക്ക് കേരളത്തിലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അസുഖം തലയ്ക്ക് സ്ഥിരമില്ലാത്ത അസുഖമൊക്കെ വരുന്ന ആൾക്കാർ ഒക്കെ ഇതുപോലെ ബാത്റൂമും സേഫ്റ്റി ടാങ്കും ഒക്കെ ഉള്ള പ്രശ്നമുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാത്റൂം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമുള്ളിടത്ത് ബാത്റൂം പണിയുക, കുട്ടികൾ പഠിക്കാനുള്ള മോശക്കാരനാകുക, ആ സ്ഥലത്തൊക്കെ ആയിരിക്കും ബാത്റൂമൊക്കെ പണിതിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ ഇപ്പം 4 കെട്ടൊക്കെ വീടാണെങ്കിൽ സെൻറ്ററിൽ നടുമുറ്റം ഉണ്ടാവും. അത് ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കും. ബാത്റൂം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ആൾക്കാർ ഇപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ റെമഡിയൊക്കെ ചെയ്ത് ആൾക്കാർ ടേപ്പ് ഒട്ടിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ടേപ്പ് ഒട്ടിക്കുന്നതുകൊണ്ടോ
ഇതുകൊണ്ടൊക്കെ അതിനകത്ത് ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എന്തും ചെയ്യുമല്ലോ. പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ 50,000 1 ലക്ഷമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. നമ്മൾ അവരുടെ ബിസിനസ് എന്ന് വെച്ചാൽ അവർ അത് ചെയ്യുന്നു. പക്ഷേ നമ്മളൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കൺട്രോൾ ആകുന്ന പ്രശ്നം. കംപ്ലീറ്റ് ഒരു കാര്യവും ഫുള്ളാകാൻ പറ്റത്തില്ല, തീരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സ്ഥലം മാറ്റണമെങ്കിൽ മാറ്റണത്. പക്ഷേ അതിനകത്ത് കുറച്ച് ശക്തി കുറയ്ക്കാൻ പറ്റുമെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവർ ഭയങ്കര അസുഖം. ഇപ്പം ഞാൻ സൗത്ത് ഈസ്റ്റിലുള്ള ബാത്റൂമൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു റെമഡിക്ക് ഞാൻ പറയാറില്ല. ഒന്നാമത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല അതിനകത്ത്. അങ്ങനെ ഒത്തിരി ഉണ്ട്. 6 സ്ഥലത്ത് ബാത്റൂം പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മിക്കവാറും ഉള്ള ഞാൻ വീട്ടിൽ പോയി കണ്ടതൊക്കെ വീടിൻ്റെ വലുപ്പം കൂടുമ്പം ഇതിൻ്റെ ഇപ്പം നോർത്താണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടല്ല ഇരിക്കുന്ന സെൻറ്ററിൽ നിന്ന് നമ്മൾ അളക്കുമ്പോൾ. അപ്പോൾ അത് തെറ്റി വരുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിപ്പം ആരും ശ്രദ്ധിക്കാറില്ല, ആൾക്കാർ നശിച്ചു പോകുന്നു. അത് കാണുമ്പം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ വെളിയിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ ശരിയാക്കി അവർ വളരെ സന്തോഷമായിട്ട് നല്ല ജീവിതം, ഫാമിലി സംബന്ധമായ പ്രശ്നങ്ങളും അവത്തിലാണ്, ഭാര്യയും ഭർത്താവായിട്ടുള്ള പ്രശ്നം അവത്തിലുണ്ടാവും. ഇതൊക്കെ നല്ലൊരു നിലയ്ക്ക് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എനിക്ക് കഴിയാവുന്ന ഇത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാനിത് ഇറക്കിയിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ഓരോ സബ്ജക്റ്റ് പറ്റിയും വിശദമായിട്ട് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ ആൾക്കാരുടെ മെസ്സേജ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതിയില്ല, ആവശ്യമുള്ള അനുസരിച്ച്. ഓരോ വീടിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണ്ടീഷനിൽ നമ്മൾ ഓരോ വീഡിയോ ഇറക്കി എല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത ചാനലിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഈ എപ്പിസോഡ്.